शांति 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 ओम संसमिद्दिवसे कुशन्नग्ने विश्वानिर्यता तिलस्पदे समिद्यसे सनोपशून्यापरा सन्धक्षत्रं सम्महत्वं सम्मोमयांसि जानता देवाभागं यदा पूर्वे सञ्जानाना उपासते समानो मन्त्रसमिधि समानी समानं मनसगजित्तमेषां समानं मन्त्र अभिमन्त्र एव समानेन वो हविष्यायुरोमि समानीव आरोधि समानहृदयादिवान् समानमस्तु वो मनो भाव सुसहस्रवी ॐ करुणी वस्मिवाय നാലാമതം ആരംഭിക്കുന്നു. എല്ലാവരും സ്വയം മതിമറന്ന് കയ്യിൽ പേടിച്ച് നാലാമതം തിരിച്ചു കൊടുക്കാം. നമ്മുടെ യജ്ഞത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ഭാഗവത കീർത്തനമാണ് ഇവിടെ നടന്നത്. ഈ അവസരത്തിൽ ആരെങ്കിലും ഇനിയും നിറമാല സമർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നാലാം പദം കഴിയുന്നത് വരെ മാത്രം അവസരമുണ്ട്. വളരെ വേഗം നിറമാല സമർപ്പിക്കാം. ഇവിടെ തുളസിമാല നെയ്വിളക്കൊക്കെ സമർപ്പിക്കണം. വളരെ വേഗം സമർപ്പിച്ചോളണം എന്നറിയിച്ചുകൊണ്ട് നാലാം പദകൃതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള Narayana
രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി യജ്ഞവേദിയിൽ ഭഗവാന്റെ സ്നാനഘട്ട പൂജകൾ ആരംഭിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ സഹസ്രനാമം അറിയാവുന്നവരെല്ലാവരും സഹസ്രനാമം ജപിക്കുക. മറ്റുള്ള എല്ലാവരും ഓം നമോ നാരായണായ മന്ത്രം ജപിക്കണം. അങ്ങനെ ഒരു ലക്ഷാർച്ചന നമുക്ക് ഇന്നിവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം എന്ന പ്രാർത്ഥനയോടെ സഹസ്രനാമ ജപം ആരംഭിക്കുന്നു. ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, നമ്മൾ ഈ യജ്ഞത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ട് ആചാര്യപാദങ്ങളിലേക്ക് ഗ്രന്ഥസമർപ്പണം നടത്തിയ ഒരു പുതിയ ഭാഗവതം, വിദ്യാരംഭം പബ്ലിഷേഴ്സിന്റെ ഒരു പുതിയ ഭാഗവതം ആരുടെ കയ്യിൽ ഉണ്ട്, അത് കയ്യിലുള്ളവര് ആചാര്യ സമക്ഷം എത്തിക്കേണ്ടതാണ്. ആരുടെ കയ്യിലുണ്ടോ ഒരു വിദ്യാരംഭം പബ്ലിഷേഴ്സിന്റെ പുതിയ ഭാഗവതം? നിങ്ങളുടേതല്ലാത്ത ഭാഗവതം ആരുടെയും കയ്യിലുണ്ടോ? വിദ്യാരംഭം പബ്ലിഷേഴ്സിന്റെ സഹസ്രനാമജപം ആരംഭിക്കുന്നു. ഓം ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിധരം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. തസ്യ ദ്വിർവക്രാദ്യ പാരിഷദ്യ പരശതം വിഘ്നം ദിസതം ശക്സ്വേനം തമാശ്രയം. വ്യാസം വസിഷ്ഠമുദ്ധാരം ശക്തേ പൗത്രമകൽമഷം പരാശരമജം വന്ദേ ശുഭാദം നഭോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ. വാസിഷ്ഠായ നമോ നമഃ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനേ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. തസ്യ സ്മരണമാത്രേണ പ്രിയം പൂർണ്ണ പൂരൈത പുണ്യ പുണ്യകീർത്തിനാമയ മനോജവസ്ഥിതരോ വസുരേതാ വസുമൃതാം വസുപ്രദോ വാസുദേവോ വസുവസ്മനാഥമേ. സത്പുരി സത്പുരി സത്രാം സത്പൂരി സത്പരായണം ശൂരസേനോ ഇത് സൃഷ്ട സന്നിവാസ സുയാമനം ഭൂതാവാസോ വാസുദേവ സർവാസുലേവനം ധർമ്മഹാധർമ്മോദർഭോദർഭരോപരാജിതം വിശ്വമോദർ മഹാമൂർധർ ദിഗ്ധമൂർധനമൂർധിമാൻ അനേകമൂർധനം ലിംഗശതമൂർധിശതാനനം ദൈവനൈക സവത്വം കിംഗത്തത്ഭവനുത്തമം ലോകബന്ധർ ലോകനാഥോ മാറഭോഭംഗവത്സരം സുവർണോയമോവനചന്ദ്രാഗതിയും വീരഹ വിഷമശ്വിനോ വാചിരജനസ്ഥത അമാനി മാർഗോമാന്യം ലോകസൗമ്യം ലോകദ്രം സുമേധാമിതേതന്യസ്തുമേധാദരാദര തേജോ വിശോധിതര സർവ സമാവർത്തോ അനുവൃത്താത്മാ ദുർജീവോദ്യമാം ദുർലഭോ ദുർഗമോ ദുർഗോപരാമസ്വ ദുരാരിക ശുഭാംഗോ ലോകസാരംഗസ്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമാകർമാകൃതാകർമ്മ സുന്ദരസുന്ദരനാമ സുലോചന അർഗോവാദ്യസംഗീതസപ്തവിജയി സുവർണബിന്ദുരക്ഷോഭ്യ സർവാദീശ്വരേശ്വര മഹാകൃതോ മഹാകർദോ മഹാഭൂതോ മഹാബലി കുമുദകുന്ദരകുന്ദപർജന്യം പാവനോദ്രിലാം അമൃതാംശം അമൃതോപ സർവജ്ഞ സർവോമുഖ സുരഭം സുവർണസപ്രജിത്പ്രതാപനം നികൃതോതും പുരോശബ്ദം ചാന്തോരാന്ത്രം ശോധന സഹസ്രാർച്ചി സപ്തതി ഭാസദ്വൈത സപ്തഭാവന അമൂർധനഗോചിന്ദ്രഭയനാശനം അനുഗ്രഹം ശിശൂലോകുലമഗ്നോമഹാൻ അത്ര സ്വന്തര സ്വച്ഛം സർവം സമർദ്ദന ഭാരവൃത്തോ യോഗി യോഗീശസ്തമകാമത ആശ്രമസം രക്ഷാമ സുവർണോമ യുവാകന ധനുർധരോ നിർവേദോ നിങ്ങളോ മീതാനമ അപരാധന സർവസഭോ നിയന്ത്രാനിയമോയമ സദ്വാൻ സാധുക സത്യ സത്യന്മനായണ അഭിപ്രായം പ്രീതവർദ്ധന വിധായ സകലം ജ്യോതി സുരജ്യോതിരോ വിരോധന സൂര്യ സവിധാര വിരോധന
നമ്മുടെ യജ്ഞശാലയുടെ തെക്ക് ഭാഗത്ത് നിൽക്കുന്നവർ മാറി കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടി വരരുത്, ദൈവീ പരിമിതിയായിട്ട് വരിക. ഇത്രയും ദിവസം പരിമിതിയായിട്ടല്ലേ വന്നത്. അമ്മമാര് നിങ്ങൾ പറയുന്നത് കേൾക്കും. നിങ്ങൾ ഈ പറഞ്ഞ് അതാണ് ആചാര്യമായിട്ട് പറഞ്ഞത്. ഈ 3 അക്ഷരം ഇല്ലാതെ പോയി പനങ്ങാണ്ട് എന്ത് പറയാൻ. ഈ അവസാനം വന്നത് കേട്ടിട്ട് ഇത്ര ദിവസം മിണ്ടണ്ട നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഈ പണ്ടുള്ളവർ പറയും അടിച്ച വഴിയെ പോയി പോയ വഴി അടിക്കുക. നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. ആചാര്യ സംബന്ധിച്ച് ഭാവന സമർപ്പിച്ചു. ശ്രീകൃഷ്ണായ നമഃ. അത് പിടിച്ചോറി മന്ദം മുഖസിച്ചും പക്കത്തിൽ പിടിച്ചൂടി കരിമുകിൽ വടിവോടി കൊണ്ടു നിൽക്കും മുഖത്ത് തൽക്കാരുണ്യേന നിത്യം നമഹൃതി കളിയാടിടുവാൻ കൈതൊഴുന്നേൻ. ഇവിടെ നിൽക്കുക. ഒരു ഭഗവാനകത്തേക്കാണ് വരട്ടെ.
പ്രാർത്ഥനയോടെ കുർബാന അകത്തേക്ക് സ്വീകരിക്കുക. Krishna Krishna Hare 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 Rama 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 Hare 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 ഇനി കലശാഭിഷേകം. ഹരേ രാമ ഹരേ എല്ലാവരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ അവിടെ ഈ തെക്കു ഭാഗത്ത് ആ തെക്കു ഭാഗത്ത് ആ തെക്കു ഭാഗത്തേക്ക് വടക്കു ഭാഗത്തേക്ക് പോവുക. ഇതുവഴി വരുന്നത് വിളക്കിന്റെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആദ്യം ഇതുവഴി തെക്കു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആചാര്യൻ മംഗളശ്ലോകം ജപിക്കും. എല്ലാവരും ഈ മംഗളശ്ലോകം സഹസ്രപാദാക്ഷിരുരുവാഹവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരണേ നമ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു സമസ്തലോക ശാന്തി ഭവന്തു. ഓം ശാന്തി 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 ഹരി ഇപ്പോൾ ആരും ധാരണമാക്കേണ്ട. 27-ാം തീയതി വളരെയേറെ ശ്രദ്ധമാകുന്ന സ്കന്ദഷഷ്ഠി ക്ഷേത്ര നിർമ്മാണത്തിലേക്കുള്ള സമർപ്പണങ്ങൾ തുടരുകയാണ്. രാധാ നവീകര ക്ഷേത്ര നിർമ്മാണത്തിലേക്കായി 3000 രൂപ സമർപ്പിച്ചുകൊള്ളാൻ കഴിയുന്നു. ഭോജനമന്ത്രം ജപിച്ച് അന്നം കഴിക്കുന്ന സംസ്കാരം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളതേ സമയത്ത് ഈ ബാലികാ സദനത്തിലേക്കെല്ലാം ചെന്ന് കഴിഞ്ഞാൽ എന്താ കാണുന്നത് അറിയാമോ? ആ മക്കൾക്ക് ഭക്ഷണം വിളമ്പി വെച്ചാൽ ആദ്യം വിളക്ക് വെച്ച് അവിടെ അന്നം വിളമ്പി മക്കളെല്ലാവരും കൂടുന്നുകൊണ്ട് ഭോജനമന്ത്രം ജപിച്ച് അന്നം തൊട്ടു വണങ്ങും. കാര്യം എന്താ? അവർക്ക് അന്നത്തിന്റെ വില അറിയാം. നമുക്കോ ഇന്ന് ദാരിദ്ര്യമില്ല, ധാരാളിത്തമാണുള്ളത്.
അതുകൊണ്ട് നമ്മൾ അന്നത്തെ തൊട്ടു കളഞ്ഞില്ല, സെൽഫി എടുക്കും. ഇല്ലേ, ഇന്നെല്ലാവരും സെൽഫിക്കാരാണ്. എന്നിട്ടോ അവിടുന്നും എടുത്തും ഇവിടുന്നും എടുത്തും ആക്കിക്കൊണ്ടുപോയി നമ്മൾ കളയുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ നാൽക്കാലികളെ വളർത്തണം എന്ന് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ പശുക്കളെ വളർത്തുമ്പോൾ അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുത്താൽ ഉടൻ വന്നെടുത്ത് കഴിക്കുവോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യും ഇവര്? ഒന്ന് മണപ്പിച്ച് നോക്കും. എന്തിനീ മണപ്പിച്ച് നോക്കുന്നത്? ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. നമ്മളോട് ചോദിക്കും കഴിക്കാൻ എന്താ വേണ്ടത്, തിരിച്ചു കഴിക്കാൻ എന്ത് കഴിക്കുന്ന പറയുന്നത് ഇല്ലേ? അതിന് ഇന്നൊന്നുമില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഫ്രിഡ്ജിൽ വെച്ച പലരും കൊണ്ട് ഇന്ന് വൈകിട്ട് നേരം ചൂടാക്കുവാൻ തയ്യാറായി പലരും ഇരിക്കുന്നു അറിയാം ഇല്ലേ? അപ്പോഴോ പക്ഷേ ഈ നാൽക്കാലികൾ അങ്ങനെ ആദ്യം മണന്ന് നോക്കും. തനിക്ക് കഴിക്കാൻ പറ്റുന്നതാണോ നോക്കും. കഴിക്കാൻ കൊള്ളില്ലായെങ്കിലോ തിരിഞ്ഞു നോക്കില്ല. നമ്മളെന്ന് പറയും വളിച്ചു വലിച്ചേ ഉള്ളൂ, വലിച്ചിട്ടില്ല, ഇപ്പൊ കഴിച്ചാൽ കുഴപ്പമില്ല, വൈകുന്നേരമായ പ്രശ്നമാണ്. ഇത് മുഴുവൻ അപ്പോഴേ അടിച്ചു ഇല്ലേ? ഫലവോ ആശുപത്രി വരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടുന്നതല്ല. ഇനി ഇവർ ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ, നാൽക്കാലികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ്? പൂർണ്ണമായും കഴിച്ച് കൊടുത്ത പാത്രം നക്കി കുടച്ച് മാറ്റി വയ്ക്കും. അങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അവിടെ നിന്നും ഇവിടെ നിന്നും കുത്തിപ്പെറുക്കി എടുക്കുകയല്ല, നന്നായി ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. നമ്മുടെ അമ്മമാര്, ഈ ക്ഷേത്രത്തിന്റെ നട്ടെല്ല് നമ്മുടെ മാതൃസംഘം. നമുക്കറിയാം, ഒരു ഭവനത്തിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നിറഞ്ഞവളാണ് ആ സ്ത്രീ. ആ ഉത്തരവാദിത്തങ്ങളെ വളരെയേറെ ഭംഗിയായി അവർ കൈകാര്യം ചെയ്യുമ്പോഴും നിത്യേന രാവിലെ 5:05 നമ്മുടെ അമ്മമാരെ സഹോദരിമാരെ എത്തിച്ചേരുന്നു. രാത്രി 10, 11, 11:30 വരെയും അവരുടെ നിറഞ്ഞ സാന്നിധ്യം. ഏറ്റവും പ്രായം നമ്മുടെ രമണീയമ്മ നയിക്കുന്നു. എല്ലാവരും ഒരു കുടക്കീഴിൽ അവിടെ കണ്ടെന്ന അഭിപ്രായമില്ല. എല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നു. അത്തരത്തിൽ നമ്മുടെ എല്ലാമെല്ലാമാകുന്ന നമ്മുടെ അന്നപൂർണേശ്വരി അമ്മയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഇടവും വലവും നിന്നുകൊണ്ട് നമ്മുടെ മാതൃസംഘവും നമ്മുടെ സേവാ സമിതിയും ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം എന്ന് തന്നെ പറയാം. എങ്ങനെയാണ്? എനിക്ക് കൂടുതൽ ഭഗവാന്റെ കാര്യങ്ങൾ നന്നായി ചെയ്യണം എന്നുള്ള ആ ചിന്തയോടുകൂടി നമ്മുടെ അമ്മമാരും സഹോദരന്മാരും പ്രവർത്തിക്കുമ്പോൾ ഇതാണ് ഈ ദേശത്തിന്റെ ഐശ്വര്യം. ഓർമ്മപ്പെടുത്തുന്നത് ഒന്നുകൂടി നമ്മുടെ തൈപ്പൂയത്തിലേക്ക് എത്തുമ്പോൾ ഈ ദേശത്തെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു ചേർന്ന ഒരു യുവജന സമിതി ഉണ്ടാകണം. അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിലേക്ക് നിങ്ങളിലേക്ക് നൽകുന്നു. അതിന്റെ ഒരു തീപ്പൊരി മാത്രം ഇപ്പോൾ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഈ അനുഗ്രഹ ഭാഷണം ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. അവർ കൂടിയായ മേൽശാന്തി ശ്രീ സാബു ശാന്തിക്ക് സഭയുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ക്ഷേത്രം ശാന്തിയായ അപ്പുശാന്തിക്കും മറ്റ് ശാന്തിമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് 4 നേരം ഭക്ഷണം തയ്യാറാക്കി നൽകിയ ശ്രീ പ്രദീപ് കുമാർ കുമ്പളത്തിനാണ്. വളരെ രുചികരമായ ഭക്ഷണം സമയബന്ധിതമായി തയ്യാറാക്കിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവർക്കും സഭയുടെ പേരിലും ഓരോ ഭക്തന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയുന്നത് അന്നദാന സ്പോൺസർ ചെയ്ത വ്യക്തികൾ, സംഘടനകൾ എന്നിവർക്കാണ്. അതോടൊപ്പം പ്രഭാത ഭക്ഷണം, അത്താഴപ്പാലത്തട്ട് തന്നത് ശ്രീ മഹേഷ് വൈശ്യ എന്റർപ്രൈസസ് ആലപ്പുഴ എന്ന സ്ഥാപനത്തിലെ മഹേഷ് ചേട്ടനാണ്. അദ്ദേഹത്തിനും ഈ വേളയിൽ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ
ശകുന്തള ചരുവിൽ ഹൗസ് 50,000 രൂപയുടെ പ്രഭ അമ്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ടാണ് അറിയിക്കുന്നു. ശകുന്തള ചരുവിൽ അമ്മയുടെ എല്ലാവിധമാകുന്ന ഐശ്വര്യാനുഗ്രഹങ്ങൾ ആ ധന്യാത്മാക്കൾക്ക് ഈ സമർപ്പണങ്ങൾ അർപ്പിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ള എല്ലാവരും നേരിന്റെ ഹിതമാർഗതയോടെ സമർപ്പിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും നോക്കാം